ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ കരുനാഗപ്പള്ളി KS പുരം കുറുങ്ങപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ഈ ലെവൽ ക്രോസ് ഇറങ്ങി ഞാൻ മിക്കവാറും അതിലേക്കൂടെ ഇങ്ങോട്ട് വരാറുണ്ട്. അങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ മൊത്തം ആൾക്കൂട്ടം, രണ്ട് സൈഡിലും ഭയങ്കരമായിട്ട് ആൾക്കൂട്ടം നിൽക്കുന്നു. എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേനും അവിടെ ഒരു ഏകദേശം എനിക്ക് മനസ്സിലാവും മരിപ്പോ കാര്യങ്ങളോ ആണെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരുടെയും നെഞ്ചത്ത് ഇവിടെ ഒരു ബാഡ്ജ് കുത്തിയിട്ടുണ്ട്. അതിൽ മുരളി എന്നൊരു പേരുണ്ട്, ഒരാളുടെ ഫോട്ടോ, ഒരു താടിയുള്ള ഒരാളുടെ ഫോട്ടോയും ഉണ്ട്. നിങ്ങൾക്ക് അതിവിടെ കാണാം. വാവ സലൂൺ എന്ന് പറയുന്ന ഒരു ബാർബർ ഷോപ്പ് നടത്തുന്ന ആളാണ് ഈ പറയുന്ന മുരളി. അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താണ് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ് അപ്പോഴേ, ഒരു ബാർബർ ഷോപ്പ് നടത്തുന്ന ആൾ, നമ്മുടെയൊക്കെ നാട്ടിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ ഇത്ര ആളവിടെ വരുന്നത്? എന്താൾ? അതായത് ലെവൽ ക്രോസ് തുറന്ന് കിടക്കുകയാണ്. സാധാരണ അടച്ചിട്ടെങ്കിൽ ലെവൽ ക്രോസ് ആ സമയത്ത് തുറന്ന് കിടക്കുകയാണ് അവിടെ. പക്ഷേ ലെവൽ ക്രോസിന് അപ്പുറം ഇപ്പുറം എല്ലാ ആൾ, ഞാൻ ചോദിച്ചപ്പോൾ അവിടെ സൈഡിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇങ്ങനെ കടന്നു പോവുകയും ചെയ്തു, ആംബുലൻസ്. എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. എനിക്കറിയത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഞാൻ കണ്ടിട്ടില്ല, ഇതിനു മുമ്പ് ആ വ്യക്തിയെപ്പറ്റി ഒന്നും കേട്ടിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് അപ്പോഴും ചിന്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എന്തുകൊണ്ട് ഒരു സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ കച്ചവടമായിട്ട് നിൽക്കുന്നവരുണ്ട്, ബാർബർ ഷോപ്പ് നടത്തുന്നവരുണ്ട്, പലമാതിരി കടകൾ നടത്തുന്നവരുണ്ട്. പക്ഷേ ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത്രയും ആളുകൾ അവിടെ വന്നിട്ട് ഈ ബാഡ്ജും ധരിച്ചുകൊണ്ട് അവിടെ വന്ന് നിൽക്കാൻ അദ്ദേഹം എന്തായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടാവുക? അദ്ദേഹം എന്തായിരുന്നു ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ? അങ്ങനെ ഞാനിരിക്കുന്നു. ആ കാര്യമൊക്കെ വിട്ട് ഞാൻ വൈകിട്ട് വന്നപ്പോഴത്തേക്കിനും എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്റ്റോറി ഇട്ടേക്കുന്നത് എനിക്ക് കാണാനിടയുണ്ടായി. അത് ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഉടക്കി. കാരണം ഞാൻ അവിടെ ആ ഒരു ആദരാഞ്ജലി പോസ്റ്ററിൽ കണ്ട ആളുടെ അതേ ഫോട്ടോ, എല്ലാവരും നെഞ്ചിൽ കുത്തി വെച്ചിരിക്കുന്ന ബാഡ്ജിലുള്ള അതേ ഫോട്ടോ ആണ് എനിക്ക് എൻ്റെ ആ ഒരു സുഹൃത്തിൻ്റെ സ്റ്റാറ്റസിൽ കാണാൻ സാധിച്ചത്. ഞാൻ ഉടനെ തന്നെ അവനെ മെസ്സേജ് അയച്ചു. അപ്പോഴാണ് എനിക്ക് അറിയാൻ സാധിച്ചത്, അത് അവനെനിക്കൊരു മെസ്സേജായിട്ട് തന്നെ, ഒരു കുറിപ്പായിട്ട് തന്നെ എനിക്ക് അയച്ചു തന്നു. ഞാനിവിടെ വായിക്കാം. മുരളി വാവ, ജാതിമത വ്യത്യാസമില്ല, രാഷ്ട്രീയ വ്യത്യാസമില്ല, പ്രായഭേദമില്ല, പണക്കാരൻ പാവപ്പെട്ടവൻ, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, എല്ലാവരുടെയും കൂട്ടുകാരൻ. ഒരിക്കലും ആരോടും കണക്ക് പറഞ്ഞ് ക്യാഷ് വാങ്ങുന്നതായി കണ്ടിട്ടില്ല. കൊടുക്കുന്നത് വാങ്ങി വെക്കും. ആ ദേശത്ത് ഒരു മരണം ഉണ്ടായാൽ ആദ്യം എത്തുന്നത് ഈ മുരളിയായിരിക്കും. പലപ്പോഴും കണ്ടിട്ടുണ്ട് മുടി വെട്ടിക്കാൻ വന്ന പലരും ചേറിലിരിക്കുന്നത്, പക്ഷേ മുരളിയെ കാണില്ല. ചോദിച്ചാൽ പറയും അണ്ണൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി. പരിഭവമില്ല, വരുന്നവരെ ഇരിക്കും. അത്രയ്ക്കിഷ്ടമാണ്. ഒരു പക്ഷേ കറങ്ങുന്ന കസേരയും TV ഉള്ള AC ഉള്ള മുടിവെട്ടുകട നമ്മളിൽ ചിലർ ആദ്യമായി കണ്ടതും വാവ സലൂണാണ് അല്ലേ? ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവർക്കും അറിയാം മുരളിയെ. ഇപ്പോൾ 30 വയസ്സുള്ള ആ ദേശത്തെ മിക്ക ആളുകളുടെയും ആദ്യം മുടി പഠിച്ചത് ഈ മുരളിയണ്ണൻ ആയിരിക്കും അല്ലേ? കടയിൽ വരുന്നവർ മുരളിയുടെ ഒരു തമാശയെങ്കിലും കേട്ട് ചിരിക്കാതെ പോയിട്ടുണ്ടാവില്ല. വാവ സലൂണിൻ്റെ പരസ്യം വെക്കാത്ത നോട്ടീസുകൾ വിരളമായിരുന്നു. നാനാ മതസ്ഥർ ആര് ചോദിച്ചാലും കൊടുക്കും. കാണാറില്ലെങ്കിൽ ചോദിക്കും എവിടെ എന്താ കടയിൽ വരാത്തത്. വേറെ എവിടെയെങ്കിലും പോയാൽ സാരമില്ല, പരിഭവമില്ല, എപ്പോഴും നിറഞ്ഞ പുഞ്ചിരി. പുതുതലമുറയുടെ പല പുതിയ ട്രെൻഡും നമ്മൾ പരിചയപ്പെട്ടത് മുരളിയിലൂടെയല്ലേ? ബ്യൂട്ടി പാർലറുകൾ പലതും ഇങ്ങനെ വരുന്നതിന് മുമ്പ് പല ചെക്കന്മാരെയും വിവാഹത്തിന് ഒരുക്കുന്നത് മുരളിയണ്ണനായിരുന്നു അല്ലേ? നമ്മളിൽ പലരുടെയും വിവാഹ ആൽബം തുറന്നാൽ മുരളിയുടെ ഒരു ഫോട്ടോ എങ്കിലും അതിൽ ഉണ്ടാകും. മുരളിക്ക് പകരം മുരളി മാത്രം. ആദരാഞ്ജലികൾ. ഈ ഒരു പോസ്റ്റാണ് എനിക്ക് ആ സുഹൃത്ത് അയച്ചു തന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നു. ആ പോസ്റ്ററുകളിൽ ഞാൻ കണ്ട ആ മുഖം തന്നെയാണ്, ആ പുഞ്ചിരിക്കുന്ന മുഖം തന്നെയാണ് എനിക്ക് ഈ ഒരു ഫോട്ടോയിലും കാണാൻ സാധിച്ചത്. ആരായിരുന്നു മുരളി? എനിക്ക് അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന സമയത്ത് കാണാനേ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തികൾ, അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ പുഞ്ചിരി, അദ്ദേഹം ജനങ്ങളോട് ഇടപഴകിയിരുന്ന ആ ഒരു നന്മ, അത് അദ്ദേഹം മരിച്ചതിന് ശേഷവും നിലനിൽക്കുന്നതിൻ്റെ ഏക അടയാളമാണ് എനിക്ക് ഇന്ന് അദ്ദേഹത്തെ പറ്റി പറയാൻ സാധിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും എത്രത്തോളം ഈ പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന തരത്തിൽ ജീവിച്ചിട്ടുണ്ട്? എൻ്റെ ചോദ്യമാണ്. ദുഃഖം വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. അദ്ദേഹത്തെ പറ്റി എനിക്കറിയത്തില്ല. എനിക്ക് അറിയാൻ സാധിച്ചു ഭാര്യയ്ക്ക് എന്തോ കാലിന് സ്വാധീനമില്ലാത്തതാണ്. ഒരു കുട്ടി പുറത്തെവിടെ പഠിക്കുന്നുണ്ട്, MBBS മറ്റോ പഠിക്കുന്നുണ്ട്. നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് മാതൃകയായിട്ട്? ആ മനുഷ്യൻ മരിച്ച സമയത്ത് 100 കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അദ്ദേഹത്തെ യാത്ര അയക്കാനുമായിട്ട്. നമ്മൾ ഒരുപാട് സമ്പത്തുണ്ടാക്കും, ഒരുപാട് സ്വർണം മേടിക്കും, ഒരുപാട് വലിയ വീടുകൾ വെക്കും, ഒരുപാടെല്ലാം മേടിച്ചു കൂട്ടും. പക്ഷേ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ജനങ്ങളോട് നല്ലത് പെരുമാറണം, സുഹൃത്തുക്കളോട് നല്ലത് പെരുമാറണം. നമ്മുടെ സഹജീവികളോട് നല്ല രീതിയിൽ പെരുമാറാത്ത, ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേര് തമ്മിൽ തല്ലുന്ന ആളുകളായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ജനിച്ച് വരുന്ന സമയത്ത് തന്നെ കൈ ഇങ്ങനെ മുറുക്കെ പിടിക്കാതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്തിനെല്ലാം പിടിച്ചടക്കണം. പക്ഷേ പോകുന്ന സമയത്ത് മലർക്കെ തുറന്നാൽ പോകുന്നു, ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മളിവിടെ മാതൃകയാക്കണം ഈ മുരളിയെ പോലുള്ള വ്യക്തികളെ. സമൂഹത്തിൽ അത്രയ്ക്ക് മാതൃകയായിരുന്നു. അദ്ദേഹം കോടികളൊന്നും ഉണ്ടാക്കിയില്ല, അദ്ദേഹം സ്വർണ്ണ കൊട്ടാരം പണിഞ്ഞില്ല, വാഹനങ്ങൾ മേടിച്ച് കൂട്ടിയില്ല. ഒരു ചെറിയ സലൂൺ, വാവ സലൂൺ എന്നൊരു ചെറിയ സലൂൺ അദ്ദേഹം നടത്തി. നാട്ടുകാർക്ക് മുഴുവൻ അദ്ദേഹം കണ്ണിലുണ്ണിയായിരുന്നു. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ
ഒരാളും അദ്ദേഹത്തെ പറ്റി കുറ്റം പറയുന്നില്ല. ആലോചിച്ച് നോക്കണം, തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരാളും കുറ്റം പറയുന്നില്ല. അദ്ദേഹം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്താ? ഒരുപാട് പേരുടെ സ്നേഹം, ഒരുപാട് പേരുടെ മനസ്സ്, ഒരുപാട് പേരുടെ മനസ്സിൽ ഒരു വിങ്ങലായിട്ട് അല്ലെങ്കിൽ ഒരു ഓർമ്മയായിട്ട് അദ്ദേഹം എന്നും നിലനിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ ചെയ്ത നല്ല പ്രവൃത്തികളാണ്. എനിക്ക് ഇവിടെ പറയാനുള്ളത്, പലതിൻ്റെയും പേര് തമ്മിത്തല്ലല്ല, സഹോദരങ്ങൾ പേര് തമ്മിത്തല്ലൽ, സഹോദരങ്ങൾ തമ്മിത്തല്ലൽ സ്വത്തിൻ്റെ പേരിൽ. അച്ഛനും അമ്മയും സ്വത്ത് കൊടുത്തില്ല, സ്വത്ത് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും നോക്കും, സ്വത്ത് തരാത്തതിൻ്റെ പിറ്റേ ദിവസം തള്ളിക്കളയും. മൂത്ത മോനോ ഇളയ മോനോ, ഇളയ മോക്കോ മൂത്ത മോക്കോ ഇച്ചിരി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും അവർ നോക്കിക്കോ, ഇവർ നോക്കിക്കോ. ഇതൊക്കെ കൊണ്ടുപോയി എങ്ങനെ തിന്ന് ജീവിക്കാനാ? അവിടെ വേണ്ടത് സാഹോദര്യമാണ്, അവിടെ വേണ്ടത് സ്നേഹമാണ്. ഈ സ്വത്തിനും പണത്തിനും ഒക്കെ അപ്പുറത്തേക്ക് മാനുഷിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, മൂല്യം കൽപ്പിക്കുന്ന ഒരു സമൂഹമാക്കി നമ്മുടെ കുട്ടികളെങ്കിലും ഇനി വരുന്ന സമൂഹത്തെങ്കിലും നമ്മളെങ്കിലും മാറാൻ ശ്രമിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ മുരളിയെപ്പോലെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതേപോലെ നമ്മളുടെ ആ ഒരു ഗ്യാപ്പ് നികത്താൻ ഒരാളും ഇല്ലെന്നാണ് അവർ പറയുന്നത്. അവിടെ ഉള്ളവർ പറയുന്നത് അദ്ദേഹം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. ഈ മുരളി എന്ന് പറയുന്ന വാവ എന്ന് പറയുന്ന വാവ സലൂൺ നടത്തുന്ന അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഗ്യാപ്പ് നികത്താൻ ആർക്കും പറ്റത്തില്ല. അതുപോലെ ആവണം ഓരോ മനുഷ്യരും. സമൂഹത്തിന് മാതൃകയാവുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, മാതൃകയാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറണം. ഈ ഒരു വീഡിയോയിലൂടെ ചെറിയൊരു വീഡിയോ ആണ്, ഒരു മെസ്സേജ് തരണം. ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ തിരക്ക് കണ്ട സമയത്ത് ഞാൻ പോലും ചിന്തിച്ചു, എന്തുകൊണ്ട് ഇത്രയാൾ അദ്ദേഹം ഒരു ബാർബറാണ്, കളക്ടറോ മന്ത്രിയോ MLA ഒന്നുമല്ല. പക്ഷേ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സൽപ്രവൃത്തിയുടെ ഗുണം കൊണ്ട് മാത്രമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് തന്നെ വൈകിട്ട് അറിയാൻ പറ്റി അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത്. നമ്മൾ ഈ ലോകത്തുനിന്ന് വിട്ടുപോകുന്ന സമയത്ത് നമ്മുടെ നന്മ പറയണ ആളുകൾ, അവൻ ഇങ്ങനായിരുന്നു, അവൾ ഇങ്ങനായിരുന്നു, വെറും ചെറ്റയായിരുന്നു, മറിച്ചായിരുന്നു, കുടുംബം കലക്കിയായിരുന്നു, പ്രശ്നമായിരുന്നു, അങ്ങനെ പറയുന്നതിലല്ല കാര്യം. കുടുംബത്തിൽ സ്വത്ത് മേടിച്ച് ഇടി വഴക്കുണ്ടാക്കി അതിലല്ല കാര്യം. ഭാര്യയും ഭർത്താവ് ഇടിയ അതിൽ നല്ല കാര്യം. നമ്മളെപ്പറ്റി നല്ലത് പറയണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് മാതൃകയാവുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റണം. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ മുരളിച്ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി, നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാര്യം എനിക്ക് ഒരുപാട് ദുഃഖം തോന്നി. കാര്യം അത്രത്തോളം നല്ലൊരു വ്യക്തിത്വം, സമൂഹത്തിന് ഒരുപാട് ഉപകരിച്ചൊരു വ്യക്തിത്വം. വൈൻഡപ്പ് ചെയ്യുന്നു. ഇസ്മി അൽ ത്വാഫ് സൈനിങ് ഔട്ട്.